ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മസാല പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പലതരത്തിൽ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മസാല പുട്ട്. ഞാൻ പുട്ടുണ്ടാക്കാനുള്ള അരിപ്പൊടി ഇവിടെ നനച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നൈസ് പൊടിയിലും പുട്ടുണ്ടാക്കാം, പുട്ടുപൊടി വാങ്ങിച്ചിട്ടും പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി നൈസ് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് റവ ചേർത്ത് കഴിഞ്ഞാൽ തരിയായിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ പൊടിയിൽ ഞാൻ നല്ല ജീരകവും ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തെളിച്ച് കൊടുത്തിട്ടാണ് ഈ പുട്ടുപൊടി നമ്മൾ ഈ പുട്ട് തയ്യാറാക്കാനുള്ള പാകത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. പുട്ട് കഴിക്കാനായിട്ട് നല്ലൊരു മണം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലെ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. എല്ലാ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നിറമൊക്കെ മാറി വരുന്നത് കണ്ടില്ലേ? ഈ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള, ഒരു മീഡിയം സൈസുള്ള സവോള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഈ സവോള നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് തന്നെയാണ്, സവോള ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരു 15 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നാലേ അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായി വാടി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവ മുന്നിട്ട് കൊടുക്കണ്ട, ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിട്ട് കൊടുത്തത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ സ്പൂൺ കൊണ്ട് തന്നെ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവയുടെ എല്ലാം പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് ഈ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ മുളകും മല്ലിയൊക്കെ മൂത്ത് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മൂത്ത് വന്നതിന് ശേഷം ഈ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടുള്ള പൊട്ടാറ്റോ പീസുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വേഗമൊക്കെ ഒന്ന് അത് പെട്ടെന്ന് വെന്ത് കിട്ടിയോളൂ. ഒരുപാട് വലിയ പീസുകളാക്കാണ്ട് ചെറിയ പീസുകളാക്കിയിട്ടിടുക. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ്, ചെറിയ സ്പൂൺ തന്നെ 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ.
ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റോളം ഇതിലിങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്നും ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ തക്കാളി നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുത്തല്ലോ, ഇത് ഇടയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മൂക്കണേക്കാൾ മുമ്പ് അല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി മൂക്കുന്നതിന് മുമ്പ് തക്കാളി ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയൊന്നും മൂത്ത് കിട്ടില്ല. ഇപ്പോൾ ഒരു വിധമൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും നല്ല രീതിയിൽ ഒരു ഇതിലേക്കൊക്കെ അലിഞ്ഞ് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചൂടെ തന്നെ കിടന്നിട്ട് ഈ മുട്ടയും കൂടി അതിൽ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ വെള്ള നിറത്തിലൊക്കെ മാറി വരുന്നത്. അപ്പോൾ നല്ലതിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ആ ചൂടത്ത് കിടന്നിട്ട് ഇതന്നെ ഇതിലേക്ക് വെന്ത് കിട്ടും. ഈ മുട്ടയൊക്കെ ഇതിൽ വെന്ത് ഒരു പാകമായിട്ട് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 പിടിയോളം നാളികേരം ചെരുക്കിയത്, അതായത് ഒരു ബൗളിലേക്ക് ഉണ്ടായിരിക്കും അത്രയും നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലെ മസാലക്കൂട്ട് എല്ലാം ഈ നാളികേരം കൂടി ചേർന്നിട്ട് എല്ലാം ഒരു നല്ലൊരു ടേസ്റ്റിലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് വേണം ഇനി പുട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 കുറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട മസാല ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ അളവ്, പുട്ടുപൊടി എടുക്കുന്ന അളവുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിലുള്ള ചേരുവകൾ കൂട്ടിയിട്ട് മസാല കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ മസാല നമ്മൾ കൂടുതൽ വേണമെങ്കിൽ അതിനുള്ള ചേരുവകളെല്ലാം നേരത്തെ പറഞ്ഞ പ്രകാരം ചേർത്തിട്ട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാലക്കൂട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള ചില്ലി ഇട്ട് കൊടുത്തിട്ട്, സാധാരണ നമ്മൾ നാളികേരം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് നമുക്കിവിടെ ഈ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മസാല ഇട്ടതിന് ശേഷം പിന്നെ ഈ പുട്ടുപൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് അതൊന്ന് കുറച്ച് നല്ല മൃദുവായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കുഴച്ചൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ സമയം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ഇതിലേക്ക് 2 സ്റ്റെപ്പായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പൊടി, ആദ്യം മസാല, പിന്നെ പൊടി, പിന്നെ മസാല, പിന്നെ പൊടി, പിന്നെയും മസാല, അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിലെ ഉള്ളിൽ കൂടെ ആവി വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും പുട്ട് തയ്യാറാക്കി കഴിക്കും. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.